ഇക്വിറ്റി ഫണ്ടുകളെ എങ്ങനെയാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്? മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി ഫണ്ടുകളെ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷനാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയും. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു 10. ഓക്കെ, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയും 100 രൂപ. സോ 10 × 100 1000. അതാണ് ആ ഒരു ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത്. അപ്പോൾ നമുക്കെല്ലാം സുപരിചിതമായ ഒരു കമ്പനിയാണ് ഫെഡറൽ ബാങ്ക്. അതിന് ഏകദേശം വരുന്നുണ്ടായിരിക്കുക 245 കോടി ഷെയർസ് ഉണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 237. സോ ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഏകദേശം 58,315 കോടിയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ മൂല്യം വരുന്ന ആദ്യത്തെ 100 കമ്പനികളെ നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് പറയും. 101 തൊട്ട് 250 വരെ സ്ഥാനമുള്ള കമ്പനികളെ നമ്മൾ മിഡ് ക്യാപ്പ് കമ്പനികൾ എന്ന് പറയും. 251 തൊട്ട് 500 വരെയുള്ള കമ്പനികൾ നമ്മൾ സ്മോൾ ക്യാപ്പ് കമ്പനികൾ എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 6000-ഓളം കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 500 മുകളിലുള്ള കമ്പനികൾ നമ്മൾ മൈക്രോ ക്യാപ്പ് എന്ന് പറയും. പൊതുവേ മൈക്രോ ക്യാപ്പുകളിലൊന്നും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറില്ല, കാരണം റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ലാർജ് മിഡ് സ്മോൾ ക്യാപ്പിലായിരിക്കും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്.